നിങ്ങളിപ്പോ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, എനിക്ക് എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹം ഞാനൊരു വുമൺ ഓൺട്രപ്രണർ ആണെന്നാണ്. അതിലുപരി ഞാനൊരു ഹൗസ് വൈഫാണ്, 3 കുട്ടികളുണ്ട്. അതിനേക്കാളും കൂടുതൽ ഞാൻ നിങ്ങളോട് എടുത്തു പറയാണ്, ഞാനൊരു വുമൺ ഓൺട്രപ്രണർ ആണ്. ഈ ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന ലെവലിലേക്ക് ഞാൻ എത്തിയത് പുറത്തിറങ്ങി വർക്ക് ചെയ്തിട്ടല്ല. എന്റെ വീട്ടില് എന്റെ ഒരു ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ട് ഒരു ടാബിളിൽ ചെയർ ഇട്ട് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു വുമൺ ഓൺട്രപ്രണർ എന്നൊരു പദവിയിലേക്ക് ഞാൻ എന്നെ മാറ്റിയെടുത്തത്. സോ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര്, ഇപ്പൊ എന്റെ മുൻപിൽ ഏകദേശം 39 പേര് ഇപ്പൊ ഇവിടെ ലൈവായിട്ടുണ്ട്. വീഡിയോ ഓഫ് ആക്കിയിട്ടാണ് ഉള്ളതെങ്കിൽ പോലും 39 പേര് ഇവിടെ ഉണ്ട്. ഈ 39 പേരും മേ ബി പാർട്ട് ടൈം ആയിട്ട് ജോബ് നോക്കുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ മുൻപ് ചെയ്തതുപോലെ വീട്ടിലിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, ടൈം പാസിന് എന്തെങ്കിലും ചെയ്യണം, വെറുതെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും നോക്കി സ്ക്രോൾ ചെയ്തിട്ട് അവർക്ക് ലൈക്ക് കൊടുത്തിട്ട് അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും ഉണ്ടാക്കി എന്റെ കുട്ടികൾക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ കൂടെ ഒരു പാർട്ട് ടൈം ജോബ് എനിക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ജീവിച്ചു പോകാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മുടെ ഒരു സാലറി കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറ്റുന്നില്ല, നമ്മുടെ ഫാമിലി ഒരു ഇൻകം സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഒരു 30,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ 30,000 ഒരു മാസത്തേക്ക് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്ലസ് 35,000 ആയിരിക്കാം നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത്. 5,000 അഡീഷണൽ ആയിട്ട് നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കാണേണ്ടി വരും. അതല്ലെങ്കിൽ 5,000 നിങ്ങൾക്ക് കടമായിട്ട് വാങ്ങും. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമ്മുടെ തെറ്റല്ല, പകരം എന്താണ്, നമ്മുടെ വേൾഡിന്റെ എക്കണോമിക് ലെവൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഫിനാൻഷ്യലി നമ്മുടെ എന്താണ് എല്ലാ കാര്യങ്ങളും, അതായത് ഈവൻ ഫുഡ് മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും റേറ്റും കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിലേക്ക് ഹ്യൂജായ എമൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സാലറി അന്നും ഇന്നും സെയിം സിറ്റുവേഷൻ, ഒരു മാറ്റവും. അപ്പൊ ആ സാലറിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് സാലറിയുടെ എന്താ പറയാ ഗ്രാഫ് താഴെയും നമുക്ക് നമ്മുടെ ചെലവിന്റെ ഗ്രാഫ് മുകളിലുമാണ്. സോ ഒബിയസ്ലി എല്ലാവരും കടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. എനിവേ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം ഇതിൽ. അതായത് പാർട്ട് ടൈം ആയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര്, എന്റെ ഹസ്ബൻഡിനെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ലേഡി ടൈക്കേൺസ് ഉണ്ടാവാം ഇതിൽ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് ടൈം വെറുതെ സ്പെൻഡ് ചെയ്യാണ്, ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ആരുണ്ടായാലും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഒരു സൂം സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അത് ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ. കാരണം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഒരു ലേഡി ആണെന്ന് നിങ്ങൾ മറന്നു കളയുക. പകരം ഈ പ്രൊജക്ടിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനൊരു ലേഡി ആയതുകൊണ്ട് മാത്രം ഒരുപാട് ജെൻസ് ഇവിടെ ഇരിക്കുന്നുണ്ടാവാം. ജെൻസിന് ഈ ഒരു ബിസിനസ്സിനെ അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും എവിടെ ഇരുന്നും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ എന്നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ബേസിക്കലി BBA ഗ്രാജുവേറ്റ് ആണ്. അതേപോലെ തന്നെ ഇത്രയും കാലം ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഫീൽഡും ഈ ഒരു പഠിച്ച എഡ്യൂക്കേഷനും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ കാരണം ഏത് പെണ്ണും അനുഭവിക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പിന്നീട് ജോബിന് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള റീസൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നീണ്ട ഒരുപാട് വർഷങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ചിന്തിച്ച് കൂട്ടിയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്കും സ്വന്തമായിട്ട് ഒരു ഇൻകം ഉണ്ടാക്കണം. കാരണം പഠിച്ചിട്ട് എവിടെ എത്തിയില്ല എന്ന് എപ്പോഴോ എന്റെ മൈൻഡിലേക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഓൺലൈനിലേക്ക് തിരിഞ്ഞത്. ഈ ഓൺലൈൻ ജോബിലേക്ക് തിരിയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഒരു 10 രൂപയെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു ഞാൻ ഹാപ്പിയാണ്. കാരണം 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാതെ ഹസ്ബൻഡിനെയും പാരന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച എനിക്ക് ഒരു 10 രൂപയാണെങ്കിൽ പോലും അതെന്റെ ഒരു സാലറിയാണ്. അതാണായിരുന്നു എന്റെ മൈൻഡിൽ ഫസ്റ്റത്തെ എന്റെ ഒരു വലിയൊരു എന്താ പറയാ ആലോചിച്ച് കൂട്ടി വെച്ച വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് കയറിപ്പോയത് ഞാനൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലേക്കായിരുന്നു. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ പോയി ഈ 10 രൂപ എന്നുള്ളത് 200ലേക്കും 500ലേക്കും എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തന്നെയാണ് രാജാവ്, എനിക്ക് വലിയ രീതിയിൽ ഇൻകം കിട്ടുന്നത്. ആ 200 കിട്ടിയതെങ്കിലും എനിക്കത് 2 ലക്ഷം കിട്ടിയ ഫീലിംഗ് ആയിരുന്നു. എന്നെ പോലത്തെ ഒരുപാട് ലേഡി ടൈക്കൺസ് ആയാലും ജെൻസ് ആയാലും ഇതേ ഫീൽഡിലൂടെ കടന്നു വന്നിട്ടുണ്ടാവാം. അവര് ഞാൻ ഈ പറയുന്ന സമയത്ത് അതൊക്കെ മൈൻഡിൽ എന്താ ചെയ്യാ റീതിങ്ക് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു 10 രൂപയായാലും 50 രൂപയായാലും 500 രൂപയായാലും അതൊക്കെ നമുക്ക് 5 ലക്ഷം കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു അന്ന്. പക്ഷെ അന്ന് അവിടെ നമ്മൾ ചെയ്യുന്നതോ നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട്, ഇത് രണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്. മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറ്, അതായത് എന്റെ ടൈമും എന്റെ എഫേർട്ടും എന്റെ റിസ്ക്കും മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറായപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന 200 രൂപയായാലും 500 രൂപയായാലും ഈവൻ 10 രൂപയായാലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്തിനാണ് എന്റെ ടൈമും എന്റെ എഫേർട്ടും മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്?
അത് എനിക്ക് തന്നെ യൂസ് ചെയ്താൽ പോരെ. അവിടെ നിന്നാണ് ഒരു ബിസിനസ് ഓൺടർപ്രണർ എന്ന ലെവലിലേക്ക് എനിക്ക് മാറി ചിന്തിക്കാൻ തോന്നിയത്. സോ ഒരു ബിസിനസ് ഓണർ ആവണം, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ പഠിച്ചത് BBA ആണ്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കുക ഒരു ബിസിനസ് ഓണർ ആയിട്ട് മാറണം എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഒരുപാട് ആലോചിച്ച് എന്താ പറയാ ആഗ്രഹിച്ച് നേടിയെടുത്ത ഒരു ബിസിനസ് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. കാരണം ഈ ഒരു ബിസിനസ് ലൈഫിനെ കുറിച്ച് ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരാളെയും പേടിക്കേണ്ടതില്ല. ഇതൊരു ഇൻഡിവിജ്വൽ ബിസിനസ് ആണ്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്കിത് ചെയ്യാം. ഞാനിത് ചെയ്തില്ലെങ്കിലും എന്നെ ഇവിടുന്ന് എന്താ പറയാ എന്നോട് ഷൗട്ട് ചെയ്യാനോ എന്നെ ഇവിടുന്ന് പുറത്താക്കാനോ ഒരാൾക്കും സാധിക്കില്ല. കാരണം ഇതൊരു ഇൻഡിവിജ്വൽ ബിസിനസ് ആണെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് വെച്ച് ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണോ ചെയ്യുന്നത്? ഒരിക്കലല്ല. ഇതൊരു ഇൻഡിവിജ്വൽ ബിസിനസ് ആണെങ്കിലും ഇതൊരു കോമൺ ഒരു അക്കാഡമിയുടെ അണ്ടറിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സൂമിലേക്ക് എത്തിയെന്ന് എനിക്ക് അറിയില്ല. മേ ബി നിങ്ങളോട് കുറെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവാം ഈ ബിസിനസിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഇൻഫർമേഷനോ. മേ ബി പല ആൾക്കാർക്കും പ്ലാൻ അറിയായിരിക്കാം. മേ ബി ഒന്നും അറിയാതെ ഫസ്റ്റ് ടൈമിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരെല്ലാരെയും ഒരു മണിക്കൂർ പോട്ടെ, ഒരു അരമണിക്കൂർ നിങ്ങളുടെ മൈൻഡ് എനിക്ക് തരാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ എല്ലാ എന്താ പറയാ ഹറിബറി സിറ്റുവേഷൻസ് നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് എന്നെ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോണ് DOD മോഡിലേക്ക് ഒന്ന് മാറ്റുക. മറ്റൊരു കോള് വന്ന് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താവില്ല, ഈ പ്ലാനിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഡിസ്കണക്ട് ആവും. വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് പോകും. കാരണം നിങ്ങൾക്ക് ഒന്നും ഇവിടുന്ന് കിട്ടാതെ പോകും. സോ അതുകൊണ്ടാണ് പറയുന്നത് DND മോഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ഒരു കോള് വന്നാലും എടുക്കാതെ അതിന് എന്ത് ചെയ്യാം, മേലിലേക്ക് മാറ്റി കളയുക. നിങ്ങൾ മൈൻഡ് കംപ്ലീറ്റ് ഈ ഒരു സൂമിലേക്ക് കൊടുക്കാനാണ്. രണ്ടാമതുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതും ഇതൊക്കെ സെയിം ആണ്. ചിന്തിക്കരുത്. ഇവിടെ ലാസ്റ്റ് ആയിരിക്കാം, എൻഡിലായിരിക്കാം ഈ ബിസിനസിന്റെ യഥാർത്ഥ പ്ലാൻ, യഥാർത്ഥ കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ളത് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും കയറി അല്ലെ, നിങ്ങളുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സൂമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് ടൈം എന്റെ ടൈം വരെ നിങ്ങൾ ഈ ഒരു സൂമിൽ ഉണ്ടാവും. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം മേ ബി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും കിട്ടാത്ത ഒരു പഞ്ച് ലാസ്റ്റ് എൻഡിങ്ങിൽ കിട്ടും. അതായിരിക്കാം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അരമണിക്കൂർ എന്നെ കേൾക്കാൻ തയ്യാറാവുക. ഞാൻ എന്താണോ പറയുന്നത്, പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക PPTയിലൂടെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ PPT നോക്കി നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും എന്റെ PPT ഷെയർ ചെയ്യാണ്. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് അല്ലെ? ഓക്കെ അല്ലേ? എല്ലാരും കേട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരും, നാളെ പോകും, അല്ലെങ്കിൽ ഇന്ന് വരും, 2 ആഴ്ച കഴിഞ്ഞാൽ പോകും, അതല്ലെങ്കിൽ ഈ മാസം വരും, അടുത്തൊരു മാസം കഴിഞ്ഞാൽ പോകും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതൊരു ട്രെൻഡാണ്. കുറെ ആൾക്കാരുടെ ക്യാഷ് അടിച്ചു മാറ്റാൻ കുറെ ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാർ ബുദ്ധിപൂർവ്വം നീക്കിക്കൊണ്ടുവരുന്ന കുറെ എന്താണ് തട്ടിപ്പ് സങ്കേതങ്ങൾ. അങ്ങനെ തന്നെ പറയണവര്. കാരണം എന്താ, 1,00,000 രൂപ നിങ്ങൾ വിടൂ, നിങ്ങൾക്ക് ദിവസം 1000 രൂപ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് ഇവിടുന്ന്, നിങ്ങൾക്ക് പിന്നെ ഡെയിലി 10 രൂപ വെച്ചിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഡെയിലി മാർക്കറ്റിൽ ഓരോ കാര്യങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു ബിസിനസ്സിലേക്കല്ല, ഫസ്റ്റ് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ബിസിനസ്സിലേക്കല്ല നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ ഒരുപാട് ബിസിനസ് ഡെയിലി കേൾക്കുകയും കാണും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവില്ല, പെട്ടെന്നും ഒരു ബിസിനസ് കേട്ടാൽ നിങ്ങൾക്ക് ദഹിക്കില്ല. കാരണം ഒരു സൂമിൽ കേട്ട് നിങ്ങൾ ഓരോ ബിസിനസ് കേൾക്കുമ്പോഴും നിങ്ങളിലേക്കും ഓക്കെ ഇത് ആ ബിസിനസ് തന്നെയാണ്, ഞാൻ ഇതുവരെ കേട്ടോണ്ടിരുന്ന ഒരു ബിസിനസ് തന്നെയാണ്, നിങ്ങൾ എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഓക്കെ എനിക്കിത് താല്പര്യമില്ല, ഞാൻ ലീവ് ആവാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ബിസിനസ് എന്തായാലും നിങ്ങൾ കയറിയില്ലേ, ഇതൊന്ന് കഴിയുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ഒരുപാട് നീട്ടുന്നില്ല. പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ബിസിനസിന്റെ പേര് എന്ന് പറയുന്നത് കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് കോയിൻഫോർജ്? കോയിൻഫോർജ് എന്ന് പറയുന്നത് ഇപ്പം വേൾഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. നമ്മളൊക്കെ അറിയാതെ തന്നെ നമ്മൾ കാലെടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയെ റിലേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്ട് വർക്കാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ചോദിക്കുക എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ലൊരു ഡിജിറ്റൽ വെൽത്ത്, ഇപ്പം നമ്മൾ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലെ? അത് ജസ്റ്റ്
കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങളോട് ബ്രീഫായിട്ട് പറയാണ്. ഡിജിറ്റലി എങ്ങനെ ഏൺ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയൊക്കെ വെൽത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു കോൺഫോർജ് എന്ന് പറയുന്ന ബിസിനസ്. ഓക്കെ, ഈ ഒരു കോൺഫോർജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ജീവിച്ചിരിക്കുന്ന ഈ ഒരു ചുറ്റുപാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കറിയാം നമ്മളിപ്പം ജീവിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിൽ കാലഘട്ടം എന്ന് പറയുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകളുടെ കാലഘട്ടമാണ്. നമ്മൾ ഒബിയസ്ലി എന്തായി ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു. കൈകൊണ്ട് തൊടാതെയും കണ്ണുകൊണ്ട് കാണാതെയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മുൻപുള്ള ആൾക്കാർ, അതായത് നമ്മൾ തന്നെ കുറച്ച് മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കരുത്, കൈകൊണ്ട് തൊടാത്ത ഒരു കാര്യത്തെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത് എന്ന്. പക്ഷെ എന്നിട്ടും നമ്മൾ എല്ലാവരും, ഞാൻ അടങ്ങുന്ന നിങ്ങൾ അടങ്ങുന്ന ഈ സൂമിലിരിക്കുന്ന ഓരോ വ്യക്തികളുടെ കയ്യിലും ഫോണിൽ എന്തുണ്ട്? ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ ഉണ്ട് അല്ലെ? അത് എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ കാലഘട്ടം മാറുകയാണ്. കാലഘട്ടം മാറുമ്പോൾ നമ്മൾ അത് മാറിയേ പറ്റും. നമ്മൾ എത്ര കണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയണമെങ്കിൽ അതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നമുക്കറിയാം നമ്മുടെ പൂർവികരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന ക്യാഷ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് അവർക്ക് ഉണ്ടായിരുന്നത്? അവർ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് കാര്യമായിട്ട് അല്ലെ? അന്ന് ഈ പറയുന്ന പോലെ ഭൂമി ലോകം മുഴുവനും കൃഷിയും കാര്യങ്ങളാണ്. വീടുകളൊക്കെ കുറവാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കൃഷി നടത്തും, അത് മാർക്കറ്റിൽ ആണോ? എന്റെ വോയിസ് ഓക്കെ ആണോ? അണ ഓട്ടണ കാലണ പോലത്തെ ഒരു നാണയങ്ങൾ നാണയങ്ങൾ വഴി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നും മാറിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാഷിലേക്ക് മാറിയത്. ആ ക്യാഷ് തന്നെ എങ്ങനെയാണ് മുഴുവനായിട്ടുള്ള ക്യാഷ് പേഴ്സിലും കാര്യങ്ങളിലും കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ? ബാങ്കിൽ പോയി ക്യൂ നിന്നിട്ട് ചെക്ക് എഴുതി കൊടുത്ത് ക്യാഷ് എടുക്കുക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും മെഷീനറീസിലൂടെ പിന്നീട് കാർഡ്സ് വൈസിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു. കാർഡ് യൂസ് ചെയ്തുകൊണ്ട് എവിടെ പോയാലും ATM മെഷീനിലൂടെ നമുക്ക് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാഷ് വിഡ്രോ ചെയ്യാനും, അതേപോലെ ഒരു ഷോപ്പിംഗ് മാളിലോ കാര്യങ്ങളിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്താണ് കാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ട്രാൻസാക്ഷൻ ഒരു എലമെന്റ് കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ഒരുപാട് എന്താണ് ന്യൂനതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെയും അപ്ഡേറ്റ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ സ്റ്റിൽ റൺ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ വന്നത്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ വന്ന സമയത്ത് നമുക്ക് സുഖമാണ്, നമ്മുടെ ടൈം ലാഭമാണ്, എഫേർട്ട് ലാഭമാണ്, റിസ്ക് ഇല്ല. എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ലാഭിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലെ? ഒരു ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കണ്ട, ഒരു ATM പോയിട്ട് ക്യൂ നിൽക്കണ്ട, ATM കാർഡ് എടുത്തിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ഒന്നുമില്ല. ഒരാൾക്ക് കൊണ്ടു കൊടുക്കണ്ട. നമുക്ക് എവിടെ എന്തൊക്കെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ലാഭിച്ച് നമുക്ക് എന്തൊക്കെയാണ്, നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ആർക്കാണോ ക്യാഷ് എത്തിക്കേണ്ട അവർക്ക് നമുക്ക് ഉടനടി സെക്കൻഡ്സ് വൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാലഘട്ടം വന്നിട്ട് കുറച്ച് കാലമായി അല്ലെ? നമുക്കറിയാം ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലഘട്ടമായി. അതിനും അപ്ഡേഷൻസ് വന്നു തുടങ്ങി. കാരണം നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുപാട്, അതാണ് ഇനി നിങ്ങൾ അറിയേണ്ട ചുറ്റുപാട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഡിജിറ്റൽ ടെക്നോളജിയാണ്. എല്ലാം ഡിജിറ്റലാണ് അല്ലെ? നമുക്കിപ്പം ഈവൺ ഒരു ഡ്രസ്സ് മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഡിജിറ്റൽ ഫീൽഡിലൂടെ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ? നമുക്ക് എന്താണ് വീട്ടിൽ നമുക്ക് കിട്ടാതിരിക്കുന്നത്? ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ എല്ലാം കിട്ടുന്നുണ്ട്, ഒന്നും കിട്ടാതില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്യണോ? ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ക്യൂ നിൽക്കണോ? ഏതെങ്കിലും റെസ്റ്റോറന്റിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കണം, ആ റെസ്റ്റോറന്റിൽ ഫുഡ് പോലും വീട്ടിലെത്തുന്ന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ എത്തി അല്ലേ? അപ്പൊ മനസ്സിലാക്കാം, ഡിജിറ്റൽ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ എല്ലാവരും കടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെ കയ്യിലും ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകളും. ഇപ്പം ഇവിടെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൂം എന്ന് പറയുന്നതും ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ പ്രത്യേകത അല്ലേ? കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരിക്ക് ശേഷമാണ് ഈ ഒരു സൂം എന്ന് പറയുന്ന ഒരു ആപ്പ് വളരെ ഫേമസ് ആയിട്ട് മാറിയത്. അതിന് മുൻപ് സൂം ഇല്ലേ? ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും സൂം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡല്ല. കാരണം നമുക്ക് അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ആവശ്യമായി വന്ന് എപ്പോഴാണ് കൊറോണ എന്ന് പറഞ്ഞ മഹാമാരി വന്ന് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ വന്ന സമയത്ത് എങ്ങനെ പഠിത്തം, എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു സൂം വഴി നമ്മുടെ പഠിപ്പായാലും ബിസിനസ് ആയാലും ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോയത്. അതേ സൂമിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് കേൾക്കുന്നത്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു കോൺഫോഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഒബിയസ്ലി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഡിജിറ്റൽ വെൽത്ത് ആണ് ഈ ഒരു കോൺഫോഴ്സിലൂടെ, ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു അടിപൊളി ബിസിനസ് പ്രസന്റേഷൻ, ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ ഞാൻ പരിചയപ്പെടുത്തി. അതും ഏകദേശം കാലഹരണപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ നെക്സ്റ്റ്
നെക്സ്റ്റ് റവല്യൂഷണറി പാർട്ടായിട്ട് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന നെക്സ്റ്റ് കറൻസി, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ പേപ്പർ കറൻസി കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് അടുത്ത കറൻസി വരാൻ പോവാണ്. അതാണ് ക്രിപ്റ്റോ കറൻസി. അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഡിസംബറിലൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു സംഭവം തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഭരണം ഏൽക്കുന്ന സമയത്തായിരുന്നു ക്രിപ്റ്റോ കറൻസി ഹൈപ്പിലേക്ക് അങ്ങ് പോയത്. നമ്മൾ പേപ്പറിലും ന്യൂസിലും വളരെ എന്താ പറയണ്ടേ എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെ അതിനൊരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്രിപ്റ്റോ കറൻസി? അതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ വിർച്വൽ കറൻസിയാണ്. അത് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസിയുടെ നെക്സ്റ്റ് റവല്യൂഷണറി ഡിജിറ്റൽ പാർട്ടിലേക്കാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇനി നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ക്രിപ്റ്റോ കറൻസി റൺ ചെയ്യുന്നതാണെങ്കിലോ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് Web3 ടെക്നോളജി എന്ന് പറയും. നമുക്ക് ഈ ഒരു കാലഘട്ടം 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പൂർവികരുടെ കാലഘട്ടം എന്ന് പറയുന്നത് Web1 ടെക്നോളജി ആയിരുന്നു. അതായത് കാര്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതെ മനുഷ്യരും തമ്മിലുള്ള സഹവാസങ്ങൾ കൂടി യോജിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു Web1 കാലഘട്ടം. അവിടെ എന്താണ് സാധാരണക്കാരായ ആൾക്കാരാണ്. അവിടെ കാലഘട്ടങ്ങൾ എന്താണ് വലിയ രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് ഒരു Web2ലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും FB ആയാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു Web2 കാലഘട്ടത്തിൽ അതെങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അപ്പോഴും എന്താണ് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് Web3 ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നത്. Web3 ടെക്നോളജി പറഞ്ഞാൽ പെർഫെക്റ്റ് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ Web3 ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഹൈലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് Web3 എന്ന് പറയുന്നത്. ഈ ഒരു Web3 ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതാണ് നമ്മളിപ്പം കാലെടുത്ത് വെച്ചിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 2 വ്യക്തികൾ തമ്മിൽ, ഇതിലിരിക്കുന്ന 2 വ്യക്തികളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫാസിയും ഞാനും തമ്മിൽ ഒരു കരാറുണ്ട്. ഓക്കെ, ഒരു വസ്തുവിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലോ ഞങ്ങൾ കരാർ നടത്തുന്നുണ്ടെങ്കിൽ ആ കരാറ് പേപ്പറിലൂടെ എഴുതി ഒപ്പിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു കോൺട്രാക്ട്. അല്ലെ? നമുക്കറിയാം അതൊരു കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് ബേസിൽ പോകുന്ന ഒരു കരാറ് തന്നെയാണ്. അതിന്റെ ഒരു ഡിജിറ്റൽ ഫോമിലേക്കാണ് നമ്മൾ ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. അതായത് ജസ്റ്റ് മിനിറ്റ്, സ്ക്രീൻ ഷെയർ ചെയ്യാണ്. പെർഫെക്റ്റ്ലി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലുകളില്ലാതെ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഡിജിറ്റൽ ലെഡ്ജർ രൂപത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് ആണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുടനീളം ഉണ്ടാകുന്നത്. സോ ഇനി എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോ കറൻസിയും ഈ ഒരു ബിസിനസ് ആയിട്ടുള്ള റിലേഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒബിയസ്ലി കോയിൻഫൂസ് എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ പവേർഡ്, അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന എക്കോസിസ്റ്റം പവേർഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അതായത് നമ്മുടെ ലൈഫിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളെ കൊണ്ട് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 1 രൂപ പോലും നഷ്ടസാധ്യത ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ആണ് കോയിൻഫോജിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പെർഫെക്റ്റ്ലി ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. ഇവിടെ മൂന്നാമതൊരു വ്യക്തിയില്ല. ട്രാൻസ്പെറന്റ് ഡിജിറ്റൽ ഈ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ്സിലേക്ക്? ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട്. അതിൽ തന്നെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിൽ തന്നെ നമ്പർ 1 ബ്ലോക്ക് ചെയിൻ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ ഈ ഒരു കോയിൻഫോജ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് USDT ആണ്. ടെതർ USDT ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്ത് നടത്തിയാലും എങ്ങനെ ബിസിനസ് ചെയ്താലും ഇവിടെ ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ആണ് ഇവിടെ റൺ ചെയ്തു പോകുന്നത്. മാത്രമല്ല ഗ്ലോബലി ആക്സസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ വേൾഡിലെ എവിടെ നിന്നും എവിടത്തേക്കും ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. ആർക്കും എവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത്. മാത്രമല്ല എന്താണ് ഇവിടെ ഇൻകം ആക്റ്റീവ് ഇൻകത്തിനേക്കാളും കൂടുതൽ പാസീവ് ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റിലുള്ളത്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈലി സെക്യൂർഡ് ആണ്, അതിലുപരി ട്രാൻസ്പെറന്റ് ആണ്.
ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണല്ലേ, നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മൂന്നാമതൊരു വ്യക്തി ഇടപെട്ടിട്ട് നശിപ്പിച്ചു പോകുന്ന ഒരു ബിസിനസിനെക്കാളും സെക്യൂർഡ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഇടപെടാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കോയിൻഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സിൽ. മാത്രമല്ല പാസീവ് ഇൻകം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അല്ലെ, ഒരുപാട് പാസീവ് ഇൻകം ഉണ്ട്. അതിൽ ഹയസ്റ്റ് എന്താ പറയാ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ആണ് റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഇനി ജസ്റ്റ് ഒന്ന് റോഡ് മാപ്പിലേക്ക് പോകാം. അതായത് ഈ ഒരു പ്രൊജക്ട് എപ്പം വന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, എന്താണ് ഈ പ്രൊജക്ട് എന്നൊന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഈ വേൾഡിലേക്ക് വന്നിട്ട് ചുരുങ്ങിയത് ഒരു 7 മാസം ആയിട്ടുള്ളൂ. 7 മാസമുള്ള ന്യൂ ബോൺ ആണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, കോയിൻഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് 2025 മാർച്ച് 14 ഒരു 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളോട് കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് വേൾഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രൊജക്ട് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ, ഇതിന് ഫോർജ് റേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിലൂടെ ഇത് വന്നെങ്കിലും അതിലൊരു 6 കോൺട്രാക്ട് മാത്രമാണ് ഇപ്പൊ ലൈവ് ആയിട്ടുള്ളത്. അതിന്റെ കൂടെ ഒരു 3 പ്രീമിയം കോൺട്രാക്റ്റുകളോട് കമ്മിങ് സൂൺ ലൈവ് ആവാൻ പോവാണ്. അവിടെ കൊണ്ട് തീർന്നോ? ഒരിക്കലും ഇല്ല. അതിനുശേഷം മൈനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഇതിന്റെ കൂടെ ആക്സസ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് കോയിൻസ്. ഇതിനറിയാം നമുക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ ഏതൊരു പ്രൊജക്ടിന്റെ ബേസിലും ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്ത് പോകുന്ന ഏതൊരു പ്രൊജക്ടിന്റെ ബേക്കിലും എന്തുണ്ട്, കോയിൻ ഉണ്ട് അല്ലെ. ആ കോയിൻ ലിസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് കൂടി ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ റോയാലിറ്റി എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു ഇൻകം ആണ് റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത്. അതും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. ദെൻ അത് കഴിഞ്ഞ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും നമ്മൾ അറിയുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഗെയിം കളിച്ചുകൊണ്ട് സമയം വേസ്റ്റ് ആക്കുന്ന ഒരു സംവിധാനം കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് സമയം നഷ്ടമാണെങ്കിലും അതിലും കൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഗെയിം കളിച്ചുകൊണ്ട് മാക്സിമം ഏർണിങ്സ് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുപോവാണ്. ഫസ്റ്റത്തെ പ്രോഗ്രാമിന്റെ പേര് ഫോർജ് റേസ് എന്നാണ്. പെർഫെക്റ്റ്ലി റഫറൽ പ്രോഗ്രാം ആണ് കോയിൻഫോർജിന്റെ ഫസ്റ്റത്തെ പ്രോഗ്രാമായ ഫോർജ് റേസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം. ഇത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ പ്രോഗ്രാമിന്റെ പേര് ഫൈജൻ എന്ന് പറയും. അതായത് 40% കിട്ടുന്ന റഫറൽ ഇൻകവും 40% കിട്ടുന്ന 40% 5 പേരിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് 8% വഴി കിട്ടുന്ന ലെവൽ ഇൻകവും അതിലുപരി റോയാലിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് പോകുന്ന 20% അടങ്ങുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് ആണ് ഫൈജൻ മെട്രിക്കിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. സോ നെക്സ്റ്റ് രണ്ടാമത് ഞാൻ പറഞ്ഞു വേറൊരു പ്രൊജക്ട്, ഇത് വേറൊരു പ്രോഗ്രാം കൂടി ഈ ഒരു ഫസ്റ്റ് ഫോർജ് റേസിലൂടെ വരുന്നുണ്ട്. ഗ്ലോബൽ ഷെയർ എന്ന് പറയും. ഏതൊരു വ്യക്തിയും ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് കണക്ട് ആവുന്ന സമയത്ത് 40% ഇൻകം, 40% ഗ്ലോബൽ ഷെയറും അതേപോലെ തന്നെ റോയാലിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് 20% കൂടി അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ട് വരുന്നത്. ദെൻ ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയ ഫൈജൻ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവാം 2 കളറിലായിട്ട്, ഗ്രേ കളറിലും ഒരു ഓഫ് വൈറ്റ് കളറിലും. എന്താണ് 1, 2, 4, 5 എന്ന് പറഞ്ഞ ഒരു ഗ്രേ ഷെയ്ഡും 7, 8 എന്ന് പറഞ്ഞ വേറൊരു ഷെയ്ഡും നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കിൾ ടൈപ്പിൽ ലെവൽ 3, 6, 9 ഇത് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രേ ഷെയ്ഡ് ഉള്ളതാണ് ഇപ്പം നിങ്ങൾ ഇത് നോക്കി കാണുന്നത്. കാരണം അത് മാത്രമാണ് ഇപ്പൊ ഈ ഒരു ഈ കോൺട്രാക്റ്റിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ പ്രീമിയം കോൺട്രാക്ട് ആണ്. കമ്മിങ് സൂൺ അത് ലൈവ് ആവാൻ പോവുകയാണ്. ഈ ഒരു 1, 2, 3, 4, 5, 6 വരെയുള്ള ഈ ലെവലുകളാണ് നമുക്കിപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് അത്യാവശ്യമായിട്ട് അനിവാര്യമായിട്ടുള്ളത്. അതായത് ലെവൽ 1 എന്ന് പറയുന്നത് $50 കൊടുത്ത്, അതായത് ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം 4500 അല്ല, നമ്മുടെ ഡോളർ ബേസിലാണ് ഈ ഒരു പ്രൊജക്ട് മൂവ് ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെതർ USDT ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ആ ഒരു USDT ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് കറന്റ്ലി ഒരു USDTയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 94 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 94 × 50 ഏകദേശം 4700 രൂപയാണ് ആദ്യത്തെ ലെവൽ. $50 കൊടുക്കാൻ 4700 രൂപയാണ് ഇന്ത്യൻ മണിയായിട്ട് അത് വരുന്നത്. സോ ആ ഒരു 4700 തുടങ്ങി 98,000 രൂപയിലേക്ക് വരെ എത്തുന്ന കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉള്ളത് 1 മുതൽ 6 വരെ ഉള്ളത്. അതായത് ആദ്യത്തെ ലെവൽ $50 ആണെങ്കിൽ രണ്ടാമത്തെ ലെവൽ 100 ആണ്, മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് 150 ആണ്, ദെൻ നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് 200, ദെൻ 250 ആൻഡ് 300. ദെൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 7, 8, 9 കമ്മിങ് സൂൺ ലൈവ് ആവാൻ പോവാണ്. ഇതിൽ 2 ടൈപ്പായിട്ട് നിങ്ങൾ കാണാം, 2 പിക്ചറൈസേഷൻ അല്ലെ. ഒന്ന് ഒരു സ്ക്വയർ ടൈപ്പും മറ്റേതൊന്ന് സർക്കിൾ ടൈപ്പും. എന്താണ് സ്ക്വയറും സർക്കിളും തമ്മിലുള്ള ഡിഫറൻസ് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ,
ഈ ഒരു ലെവലുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്, അതാണ് നമ്മൾ എന്തിനാണ് ഈ ലെവലുകൾ പർച്ചേസ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ മാക്സിമം ടോക്കൺസ് ഏൺ ചെയ്യാന്നുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മുടെ മാക്സിമം ടോക്കൺസ് ഏൺ ചെയ്തിട്ട് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, അത് പ്രസന്റ് കണ്ടീഷനിലായാലും ഫ്യൂച്ചറിലേക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അല്ലെ. നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ പ്രസന്റ് ലൈഫും ഫ്യൂച്ചർ ലൈഫും നമുക്ക് സേഫ് ആവണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലൂടെ എങ്ങനെയാണ് സേഫ് ആക്കാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. ഇവിടെ ലെവൽ 1ഉം 2ഉം 4ഉം 5ഉം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്മാർട്ട് കോൺട്രാക്ട്, ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് അതായത് ലെവൽ 1, 2, 3, 4, 5, 6 ഇത്രയും സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണ് ഇവിടുന്ന് കിട്ടുന്ന ടോക്കൺസ് എന്ന് പറയുന്നത് 1050 ടോക്കൺസ് ആണ്. അതായത് ഈ ടോട്ടൽ 6 ലെവലും നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ട USDT എന്ന് പറയുന്നതും 1050 USDT ആണ്. അതിന് എന്താ പറയാ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള 1050 ടോക്കൺസ് തന്നെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ 6 കോൺട്രാക്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 1050 ടോക്കൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വന്നിട്ട് എന്താവും, നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഓരോ വ്യക്തികളിലേക്കും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഓരോ വ്യക്തിയിൽ നിന്നും 262.5 ടോക്കൺസ് കൂടിയാണ്. മനസ്സിലാക്കുക, 1050 ടോക്കന് മാത്രമേ നമ്മൾ ഇവിടുന്ന് എന്തുള്ളൂ, ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതൊക്കെ നമുക്കുള്ള ബോണസ് ആണ്. നമ്മൾ നമ്മുടെ ലിങ്ക് ത്രൂ മറ്റൊരാൾക്ക് ഈ ടോക്കൺസ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നേടിക്കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളും ഇതേപോലെ 1050 ടോക്കൺസ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് 262.5 ടോക്കൺസ് ആണ്. ചിന്തിക്കുക, ഒരു 1050 കൊടുത്തിട്ട് 4000, 5000, 6000 നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എനർജി ടോക്കൺ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈക്വലന്റ് ആണ്. അതായത് ഒരു USDTക്ക് ഈക്വലന്റ് ആയിട്ടാണ്, ഒരു കോയിൻ ആയിട്ടാണ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുക 1:1 എന്നുള്ള റേഷ്യോയിൽ. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയിലേക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കാൻ തയ്യാറായിക്കാൻ ഒരു പെർസെന്റേജ് വൈസിൽ, അതായത് 20% വൈസിൽ നമുക്ക് ഇൻകം കിട്ടുകയും ചെയ്യും. ദെൻ ഇനി ഫൈസൺ മാട്രിക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. ഫൈസൺ മെട്രിക്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനാണെന്ന് ചിന്തിക്കാം. എനിക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആദ്യം വന്നു ഒരു $1050 കൊടുത്തു 1050 എനർജി ടോക്കൺ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്ത് വെച്ചു. ദെൻ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതേപോലെ ആർക്കൊക്കെയാണോ കോയിൻസ് വേണ്ടത് അവർക്കൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ലിങ്ക് മാത്രം കൊടുത്തുകൊണ്ട് അവർക്ക് ഈ കോയിൻ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് തുറന്നു കൊടുക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ അവർക്ക് ഒരു 1050 ടോക്കൺസ് കോയിൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കും അതിന്റെ ഒരു റിവാർഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 200 സംതിങ് ടോക്കൺസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്ന ഞാൻ എന്നൊരു വ്യക്തി വെറും 5 വ്യക്തിയിലേക്ക് മാത്രമാണ് ഈ ബിസിനസ് എത്തിക്കാനുള്ള അവസരം നമുക്കുള്ളൂ. അതായത് ഒരുപാട് വ്യക്തികളെ താഴെ ചേർത്ത് റൈറ്റും ലെഫ്റ്റും മാച്ച് ചെയ്തിട്ട് ആൾക്കാരെ ജോയിൻ ആക്കുന്ന ഒരു പ്രോസസ് അല്ല കോയിൻഫോർജിലുള്ളത്. പകരം നമ്മളെ പോലെ തന്നെ ഒരു 5 പേർക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കുക. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പാർട്ട്ണർ, ഒരു 5 പാർട്ട്ണറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം. ABCDE എന്ന് പറയുന്ന ഒരു 5 വ്യക്തികളിലേക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു 5 പേരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുക്കുന്ന സമയം തന്നെ അവർക്കും ഇത് നമ്മളെ പോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് ടോക്കൺസും അതേ കൂടെ തന്നെ അവർക്ക് ഇത് എത്തിച്ചു കൊടുത്തതിന് നമ്മുടെ ഒരു ലിങ്ക് ത്രൂ ആണ് അവർ ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു ടോക്കൺ എടുക്കാൻ അവർക്ക് കിട്ടിയതെങ്കിൽ ആ ലിങ്കിനുള്ള റിവാർഡായിട്ട് നമുക്ക് ഇവിടുന്ന് എന്തും കൂടി കിട്ടുന്നുണ്ട്, ഒരുപാട് ടോക്കൺസ് റിവാർഡായിട്ടും കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊക്കെ റിവാർഡായിട്ട് നേടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ. അങ്ങനെ ഒരു 5 വ്യക്തികൾക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കുന്ന സമയത്ത് ആ 5 വ്യക്തികളും അവർക്ക് വേണ്ട ആൾക്കാർക്ക് അവർ ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുക്കുക. വേണമെങ്കിൽ അവർക്ക് അവരുടെ ലിങ്ക് കൊടുത്തോണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കും എന്ത് റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്, ടോക്കൺസ് റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഒരിക്കൽ മാത്രം ക്യാഷ് കൊടുത്ത് വാങ്ങാത്ത ഒരു ഗ്രൗണ്ട് പേയ്മെന്റ് ആയിട്ട് ക്യാഷ് കൊടുത്തോ ബാക്കിയൊക്കെ റിവാർഡായിട്ട് നേടുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി നേരത്തെ ഫൈസൺ മെട്രിക് പരിചയപ്പെടുത്തിയില്ലേ, അതേപോലെ ഗ്ലോബൽ ഷെയർ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താണ്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ളത്. ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ലെവൽ 1 ആദ്യത്തെ ലെവലിന്റെ കോൺട്രാക്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് $50 കൊടുത്ത് നിങ്ങൾ ഈ പ്രൊജക്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ കോൺട്രാക്ട്
പർച്ചേസ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ കോൺട്രാക്ട് $50 കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ 50 ടോക്കൺസ് കോയിൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സേവ് ആവും. ഓക്കെ, അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ലെവലിലേക്ക്, അതായത് $100 കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. ഈ 100 കോയിൻസും ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടാവും. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകുന്നത് മൂന്നാമത്തെ ലെവൽ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യാനാണ്. അതായത് $150 കൊടുത്ത് മൂന്നാമത്തെ കോൺട്രാക്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ രണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോക്കൺസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദെൻ മൂന്നാമത്തെ ലെവലിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോക്കൺസിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താവുന്നുണ്ട്, ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവുകയാണ്. ആ ഒരു ഗ്ലോബൽ ഷെയറിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എലിജിബിൾ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെ കോൺട്രാക്ട് ഓപ്പൺ ആവുന്ന സമയത്ത് ഈ ഒരു $150 60% ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് എലിജിബിലിറ്റി നേടിയെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ഇനി നാലാമത്തെ കോൺട്രാക്ട്, അവിടെ നിന്ന് നേരെ നാലാമത്തെ കോൺട്രാക്ട് ഓപ്പൺ ചെയ്യാം. നാലാമത്തെ കോൺട്രാക്ട് $200 ആണ്. $200 കൊടുത്ത് 200 കോയിൻസ് വാങ്ങിക്കുക. ദെൻ അതേപോലെ തന്നെ അഞ്ചാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുക. അവിടെ നിന്ന് 250 കൊടുക്കുക, 250 കോയിൻസ് വാങ്ങിക്കുക. ദെൻ ആറാമത്തെ ലെവലിലും സെയിം പ്രോസസ്, $300 കൊടുത്തിട്ട് നിങ്ങൾ എത്തുന്നത് ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് എമൗണ്ടിലേക്കാണ്. ഓക്കെ, ഈ ഒരു ഗ്ലോബൽ ഷെയറിലേക്ക് നിങ്ങൾ ആക്സസ് ആവുന്ന സമയത്ത് നിങ്ങളുടെ $300 40%, 120% ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് എലിജിബിലിറ്റി നേടി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നത് റോയാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. എന്താണ് റോയാലിറ്റി? ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ ഒരു ബിസിനസ്സിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഇൻകം അല്ല. ആക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടെങ്കിലും അതിലുപരി പാസീവായിട്ടും ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ബിസിനസ്സിലുടനീളമുള്ളത്. സോ അതിൽ ഒന്നാമത്തെ പ്രോഗ്രാമാണ് റോയാലിറ്റി എന്ന് പറയുന്നത്, പാസീവായിട്ട് കിട്ടുന്നത്. ആ ഒരു പാസീവായിട്ട് ഈ ഒരു ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഇവിടെ 4 ടൈപ്പ് ക്രൈറ്റീരിയാസ് ആണ് ഉള്ളത്. ഫസ്റ്റ്, നമ്മൾ ഇതിലേക്ക് പ്രോജക്റ്റിലേക്ക് കയറി വരാം. ഫുൾ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എലിജിബിലിറ്റി നേടി. ആ എലിജിബിലിറ്റി നേടുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് ജനസിസ്. ആ ഒരു റാങ്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ ത്രൂ ഒരുപാട് പേര് കോയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അവരും ഫുൾ കോൺട്രാക്റ്റിൽ ഫുൾ കോയിൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരെന്താവും, ജനസിസിലേക്ക് വരുന്ന സമയത്ത് ഒരു 5 പേരെങ്കിലും ജനസിസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകും, പയനിയർ എന്ന് പറയുന്ന 20% ഇൻകം ഏൺ ചെയ്യുന്ന ഒരു പീരീഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഒബിയസ്ലി ഈ ജനസിസിലെ ആൾക്കാരും അവർക്കൊരു 5 പേരിലേക്ക് കൂടി അവർ ഈ ഒരു ബിസിനസ് കൊടുത്ത് 5 പേർക്ക് കൂടി ഫുൾ കോൺട്രാക്ട് പർച്ചേസ് ചെയ്ത് ഇതിലുള്ള ടോക്കൺസ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജനസിസിലുള്ളവർ പയനിയറിലേക്ക് മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും പയനിയറിലുള്ള നമ്മൾ വിഷണറിയിലേക്ക് മാറും. അവിടുന്ന് 30% ഇൻകം നമുക്ക് കിട്ടും. ദെൻ പയനിയറിലുള്ള ആൾക്കാർ അവിടെ കൊണ്ട് കളി നിർത്തില്ല. അവരെന്ത് ചെയ്യും, വിഷണറിയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന സമയത്ത് വിഷണറിയിലുള്ള നമ്മൾ എന്തായി മാറും, ട്രയൽ ബ്ലേസർ എന്ന് പറയുന്ന ഒരു 50% എല്ലാ മാസവും 1-ാം തീയതി മുതൽ നമുക്ക് ഇൻകം കിട്ടുന്ന ലെവലിലേക്ക്, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ 50%ലേക്ക് എത്തും. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഓരോ വ്യക്തികളും ഈ ഒരു ട്രയൽ ബ്ലേസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആകെ ചെയ്യേണ്ട ഇവിടുത്തെ ആകെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടായെന്ന് വിശ്വസിക്കുന്നു. ദെൻ ജസ്റ്റ് ഈ പ്രൊജക്ടിന്റെ സ്നാപ്ഷോട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രൊജക്ട് എന്താണ്, വളരെ ചെറിയ ടൈം പീരീഡിനുള്ളിൽ വലിയൊരു ഹ്യൂജ് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ഇൻകം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏർലി അഡോപ്റ്റബിൾ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ചെറിയ ടൈം പീരീഡിനുള്ളിലും വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഈ ഒരു പ്രൊജക്ടിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ്. ദെൻ അതിൽ കൂടുതലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫിനാൻഷ്യലി ഫ്രീഡ് ആണ്. നമ്മളെല്ലാവരും ഓരോ ബിസിനസ് ആയാലും എന്തും ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്താവണം, ഫിനാൻഷ്യലി സെക്യൂർഡ് ആവണം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഫ്രീഡം ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം 100% നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് പാസീവ് ഇൻകം ആണ്. ഒരിക്കലും മറ്റൊരു കമ്പനിയിലേക്കോ ഒരു അതോറിറ്റിയിലേക്കോ അല്ല നമ്മൾ ചെയ്യുന്ന ഇൻകം കാര്യങ്ങളും പോകുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പാസീവ് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു പ്രൊജക്റ്റിലുടനീളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്.
ഒരു തരത്തിലും റിസ്കോ കാര്യങ്ങളോ ഇല്ലാതെ ഒരാൾക്ക് പോലും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ കഴിയാതെ ഹൈലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള കോയിൻഫോജ് എന്ന് പറയുന്നത്. ഈ ഒരു കോയിൻഫോജിന്റെ ചെറിയൊരു രൂപം മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കാം, കോയിൻഫോജ് എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് റൈറ്റ് പ്ലേസിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി സെക്യൂർഡ് ആക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങളെ കണക്ട് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തന്നത്. ഇനി നമ്മളിലൂടെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി ഞാൻ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡീസെൻട്രലൈസേഷൻ, സ്മാർട്ട് കോൺട്രാക്ട്, അങ്ങനെ കടിച്ചാൽ പറ്റാത്ത ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേട്ടു അല്ലെ. ഇത് ജസ്റ്റ് ബിസിനസ്സിനുള്ള ബേസിക് സ്റ്റെപ്പ് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിപ്പിച്ചു തരുന്ന ഒരു ബാലപാഠമായിട്ട് നിങ്ങൾ കണക്കിലാക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ മറക്കുക. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. എന്താണ് ഈ കോയിൻഫോജിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളെപ്പോലെ തന്നെ മുൻപ് ഈ ഒരു പ്രൊജക്ട് കേൾക്കുന്ന സമയത്ത് ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ലാതെ കയറി വന്ന ഒരു വ്യക്തിയായിരുന്നു 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ. ഓക്കെ, എന്താണോ ഡീസെൻട്രലൈസേഷൻ എന്നോ എന്താണോ സ്മാർട്ട് കോൺട്രാക്ട് എന്നോ എന്താണോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു 6 മാസങ്ങൾ കൊണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടം എന്താ പറയണ്ടേ, വളരെ ഫാസ്റ്റ് ആയിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോ ചുറ്റുപാടും നമുക്ക് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആയിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടും പ്രോപ്പർട്ടീസ്, നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് എന്താണ് ഡിജിറ്റലി സർവേ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും, എല്ലാ സ്ഥലങ്ങളിലും. എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ പല ആൾക്കാരുടെയും വീടുകളായാലും നിങ്ങളുടെ കടകൾ, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അസറ്റ് ഉണ്ടോ അതൊക്കെ ഡിജിറ്റൽ സർവേയിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ടാപ്പ് യൂസ് ചെയ്തുകൊണ്ടും നൂല് വിരിച്ചുകൊണ്ടും നമ്മുടെ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് ഇന്നിപ്പം ഡിജിറ്റൽ സർവേയിലൂടെയാണ് നമ്മുടെ വീടുകളും കാര്യങ്ങളും നമ്മുടെ പ്രോപ്പർട്ടീസുകളൊക്കെ കൊണ്ടുപോകുന്നത്. എന്താണ് ഈ ഒരു ഡിജിറ്റൽ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിന്തിക്കേണ്ട കേസാണ്. എന്തായിരിക്കും ഈ ഒരു ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും എന്താണ് ഇനി അങ്ങോട്ട് നമ്മുടെ കാലഘട്ടം പേപ്പർ എന്നുള്ള കാലഘട്ടത്തിൽ നിന്ന് മാറുകയാണ്. ഇനി അങ്ങോട്ട് പേപ്പർ ഇല്ല. പേപ്പർ വരുന്ന വർഷങ്ങൾ കൊണ്ട്, ചെറിയൊരു പീരീഡ് ഓഫ് ഇയേഴ്സ് കൊണ്ട് പേപ്പർ കാലഘട്ടം കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായിട്ട് എല്ലാം ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ആവാൻ പോവാണ്. ഒബിയസ്ലി നമ്മുടെ എന്താണ് പ്രോപ്പർട്ടീസ് ആയാലും എല്ലാം നമ്മളിപ്പോ നേടിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യമായാലും എല്ലാം ഡിജിറ്റലിലേക്ക് മാറാണ്. ഈവൺ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഡിജിറ്റലിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ എന്താണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുപാടും ഏകദേശം ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. ഞാൻ ഇപ്പൊ നേരത്തെ പരിചയപ്പെടുത്തിയ ഗൂഗിൾ പേ, ഫോൺ പേ, ഈ ഒരു സൂം നമ്മൾ എല്ലാവരും കാണല്ലേ. പണ്ടൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു, ഒരാളെ കാണണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ പറ്റുമോ? ഒരു കീപാഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുണ്ടിരുന്ന ആ കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ പാരന്റ്സിന്റെ ഒരു കാലഘട്ടം. അവിടെ നിന്ന് മാറി കീപാഡ് ഫോണും, നോക്കിയ ഫോണിൽ നിന്നാണ് നോക്കിയയുടെ ഒരു വലിയൊരു സെറ്റാണ്, വയർലെസ് സെറ്റിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളിപ്പോ കീപാഡ് ഫോണിലേക്കും അവിടുന്ന് ടച്ച് ഫോണിലേക്ക് നമ്മൾ കണക്ട് ആയി. ഇനി വരാൻ പോകുന്ന ഫോണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏത് ലെവലായിരിക്കും? ഒരാൾ പോലും കൈ കൊണ്ട് തൊടാതെ ജസ്റ്റ് ഒരു സ്ക്രീന് തന്റെ ഫിംഗറിൽ, അതായത് തന്റെ പാമിലൂടെ മാത്രം സ്ക്രീന് വെച്ചുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇനി നമ്മുടെ കാലഘട്ടം പോകാൻ പോകുന്നത്. അതായിരിക്കും ഇനി നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഒരിക്കലും ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അതിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കയ്യിലൂടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ ഇതിലേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ ഫീഡ് ചെയ്തുകൊണ്ടും പോവാൻ. അതൊരു ഡിജിറ്റൽ കാലഘട്ടമാണ്. അതായത് AI ഇന്റഗ്രേഷൻ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഏതിലും ഒരു AI നമ്മൾ കാണുന്നുണ്ടാവും അല്ലെ. എന്താണ് AI? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് AI? നമുക്കറിയാം, നമ്മളോട് പല ആൾക്കാരും പറയുന്നുണ്ടാവും AI ചോദിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ശരിയാണ്. AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് എന്ത് ക്വസ്റ്റ്യന്റെ ആൻസറും നമുക്ക് ആ AI ചോദിച്ചാൽ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് കിട്ടും. അത് നമ്മുടെ മക്കളുടെ പഠിപ്പിന്റെ കാര്യത്തായാലും നമുക്കൊരു ഡൗട്ട് വന്നാൽ, ഈവൻ നമുക്കൊരു ഡൗട്ട് വന്നാൽ പോലും, നമ്മുടെ ലൈഫിൻ്റെതായാൽ പോലും, അറ്റ്ലീസ്റ്റ് ഒരു അസുഖം വന്നാൽ പോലും ആ അസുഖത്തിന്റെ എക്സാക്ട്, അതായത് ആ അസുഖം എന്താണെന്നുള്ള ഡെഫിനേഷൻ അടക്കം, അതിന്റെ എന്താ പറയാ പ്രിക്വേഷൻസ് അടക്കം, അതിന്റെ മെഡിസിൻസ് അടക്കം ഒക്കെ നമുക്ക് ഈ ഒരു AI ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ടാവും.
അതിനെ പറ്റിയ കുറെ ആപ്പുകൾ കൂടി വന്നിട്ടുണ്ട് അല്ലെ. ChatGPT, ജെമിനി, അതുപോലത്തെ ഒരുപാട് ആപ്പുകൾ കൂടി നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പുകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ. ഇതൊക്കെ ഒരു എന്താണ് ആർട്ടിഫിഷ്യൽ കാലഘട്ടത്തിലേക്ക് മാറി. അതായത് ഒരു അമാനുഷിക ശക്തി നമ്മുടെ കൂടെ വരാൻ പോവാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ നിഴലാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. അതിപ്പം നമ്മൾ മുൻപ് ഗൂഗിൾ പേ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമാണ് ഇന്ന് നിങ്ങളോട് ഇത് പരിചയപ്പെടുന്ന നിങ്ങൾ പറയും അതൊന്നും സംഭവിക്കില്ല, അതൊന്നും വരില്ല. പക്ഷേ ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോവാണ് നമ്മുടെ ഇടയിലേക്ക്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ശക്തി, നമ്മുടെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു നിഴല് നമ്മൾ എവിടെയാണോ നമുക്ക് പോകേണ്ടത് അവിടത്തേക്ക് ആ നിഴലിനെ കൊണ്ടുപോയിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് സൂമിൽ സംസാരിക്കുകയാണ്. ഇതിൽ ഒരാൾക്ക് എന്നെ നേരിട്ട് കാണണം എന്ന് വിചാരിക്കാം. ആ ഒരു വ്യക്തിയിലേക്ക് എന്റെ നിഴലിനെ എനിക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു സൂമിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അവരെ അവിടത്തേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ലൈവായിട്ട് കോൺവെർസേഷനിൽ എന്താ പറയാ ഒരു അവസരം ഉണ്ടാക്കി തരാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം നമ്മൾ ചുവടുവെപ്പ് എടുത്തു വെച്ച ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. അതിലൂടെ കണക്ട് ചെയ്താണ് ഇനി എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോവാണ്. നമ്മൾ എത്ര കണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും നമ്മുടെ ലൈഫിലേക്ക് അത് വരിക തന്നെ ചെയ്യും. ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തെ ആപ്പുകൾ ഉപയോഗിക്കില്ല, അതൊക്കെ തട്ടിപ്പാണ്, ക്യാഷ് പോകുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഗൂഗിൾ പേ ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AI എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. ഈ AI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തിയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് എത്തിച്ചേരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് ഡീസെൻട്രലൈസേഷൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി, ഇതൊക്കെ ഈ ഒരു ലേഡി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായിരിക്കാം അത്? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഞാൻ ഈ പരിചയപ്പെടുത്തിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ജെമിനിയോ അല്ലെങ്കിൽ ChatGPT പോലത്തെ ആപ്പുകൾ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനോട് ചോദിച്ചാൽ കിട്ടാത്തതായിട്ട് ഒരു ആൻസറും ഇല്ല. ആ ഒരു ആപ്പിലേക്ക് പോയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ടെക്നോളജിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ എന്താണ് ക്രിപ്റ്റോ കറൻസി? കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ച് പിന്മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസി അത് തട്ടിപ്പാണ്, അത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ ഒരു സംഭവമാണ്, ഒരിക്കലും അല്ല. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതൊരു ജെനുവിൻ കറൻസി തന്നെയാണ്. അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല എന്താ പറയാ ആൾക്കാരുമാണ് അതിനെ മോശമാക്കി മാറ്റിയത്. പല നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചിട്ട് അതിനെ മോശമാക്കി മാറ്റിയാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ സ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കറൻസി നോട്ട്, അതിലും കള്ളപ്പണങ്ങളില്ലേ? അതും ഇപ്പോഴും നല്ല രീതിയിൽ ഹവാല ഇടപാടുകളും കാര്യങ്ങളും നടക്കുന്നില്ലേ? എന്നിട്ടും നമ്മൾ നമ്മുടെ കറൻസി യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഇപ്പോഴും നമ്മുടെ കറൻസി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പോലും നമ്മൾ പോലും അറിയാതെ ആ കള്ളപ്പണം നമ്മുടെ ക്യാഷിന്റെ ഇടയിൽ വന്നാൽ പോലും നമുക്കത് തിരിച്ചറിയാൻ പറ്റും? ഒരിക്കലും ഇല്ല അല്ലെ? അപ്പൊ മനസ്സിലാക്കുക, ഒരിക്കലും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഫേക്ക് കറൻസി അല്ല. അതാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ കറൻസി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസിയെ പറഞ്ഞു. അതേപോലെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞ ഡീസെൻട്രലൈസേഷനിലാണ് ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത്. എന്താണ് ഡീസെൻട്രലൈസേഷൻ? ഒരു കമ്പനിയുടെ ഒരു അതോറിറ്റിയുടെ കീഴിലല്ലാതെ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് റൺ ചെയ്ത് പോകാൻ പറ്റുന്ന, ഒരാളെയും പേടിക്കാതെ, ഒരാളുടെയും എന്താ പറയണ്ടേ എഡിറ്റിങ്ങോ മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന ഏതൊരു കാര്യത്തിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടലുകൾ ഇല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കോൺഫോജിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കണം, നിങ്ങളും കോൺഫോജും തമ്മിലുള്ള ഡയറക്റ്റ് കോൺട്രാക്ട് ആയിരിക്കും. അതായത് ഇതിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ലിങ്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോൺഫോജിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ കോൺഫോജിന്റെ ബിസിനസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്. അതും എങ്ങനെയുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്? നമ്പർ 1 ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിട്ടുള്ള പോളിഗൺ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാനോ വീടാന്തരം കയറി ഇറങ്ങി നാട്ടുകാരുടെ കൊണ്ട് പറയിപ്പിച്ചൊരു പ്രൊഡക്റ്റ് വിറ്റിട്ട് 20% to 30% മുതൽ റീറ്റെയിൽ പ്രോഫിറ്റ് തരാനോ അല്ല ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കിട്ടുന്ന ഓരോ പ്രൊഡക്റ്റും വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് നിങ്ങളുടെ അസറ്റ് ആയിട്ടാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തി, ഇതിലുള്ള സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് കോയിൻസ് ആണ്. ആ കോയിൻസ് നിങ്ങളുടെ അസറ്റ് ആണ്. ഒരു 1-2 വർഷം നിങ്ങളുടെ കയ്യിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് ഒരു കുറച്ച് വാല്യൂ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വിൽക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, ഈവൺ ഒരു 6 മാസം to 1 year അല്ലെങ്കിൽ ഒരു
2 ഇയേഴ്സോ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഏത് റേറ്റിനാണ് എടുത്തത് അതിന്റെ ഇരട്ടിയായിട്ടോ അതിന്റെ ട്രിപ്പിൾ ആയിട്ടോ നിങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അതിനെ കാണുക. അതായത് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് നാളെ നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയുടെ എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു വഴി അതായിരിക്കണം നിങ്ങൾ ഈ ഒരു അസറ്റ് കൊണ്ട് കാണേണ്ടത്. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം അത് നിങ്ങൾ ഇതിലൂടെ ഈ ഒരു അസറ്റിലൂടെ കാണും. ഒപ്പം ആർക്കൊക്കെയാണോ ഈ ഒരു പ്രൊജക്റ്റിലൂടെ ടോക്കൺസ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളത് അവരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ എത്തുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കോയിൻസ് കിട്ടുന്നുണ്ട്. ഈ കോയിൻസ് അവർ എടുക്കുന്ന സമയത്ത് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ആ ബൈ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് 20% റിവാർഡ് കിട്ടുന്നുണ്ട്. അതിലുപരി ടോട്ടൽ 5% ഇൻകം 5 ലെവൽ ഇൻകങ്ങൾ നിങ്ങൾക്ക് വേറെയും എക്സ്ട്രാ കയറുന്നുണ്ട് അല്ലെ. കോയിൻസ് കൂടാതെ 5 ലെവൽ ഇൻകം, കോയിൻസ് അടക്കം 5 ലെവൽ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോ പരിചയപ്പെടുത്തിയ കോയിൻസ് റിവാർഡായിട്ട് കയറുന്നു. ഒപ്പം ഇതിലൊരു റഫറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് നേരത്തെ പരിചയപ്പെടുത്തുന്നത് ഇത്ര പെർസെന്റേജാ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈ ഒരു ടോക്കൺ എടുത്തു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹം ഏത് കോൺട്രാക്ട് പർച്ചേസ് ചെയ്താലും ആ കോൺട്രാക്ടിന്റെ 40% റഫറൽ ഇൻകം ആയിട്ട് ഓൺ ദ സ്പോട്ടിൽ അറ്റ് എ ടൈം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. USDT ആയിട്ട് നിങ്ങൾ ഏത് അക്കൗണ്ടാണോ യൂസ് ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക് വരും, വാലറ്റ് അക്കൗണ്ടിലേക്ക്. ദെൻ അതുകൂടാതെ അവർ നിങ്ങളുടെ ലിങ്ക് ത്രൂ എവിടെയാണോ വന്ന് പ്ലേസ് ആവുന്നത്, നിങ്ങളുടെ ലിങ്കിന്റെ ഏത് ഭാഗത്താണോ പ്ലേസ് ആവുന്നത് ആ പ്ലേസ്മെന്റിന് വേണ്ടി ഒരു 8% വേറെയും കിട്ടും. ടോട്ടൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് 48% ഇൻകം ആയിട്ട് ഡയറക്റ്റ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ടോക്കൺസ്, ഡയറക്റ്റ് ഇൻകം 48%, ഒപ്പം റോയാലിറ്റി ഇൻകത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ദെൻ ഗ്ലോബൽ ഷെയർ 28,000 മുതൽ, അതായത് $300 മുകളിൽ ഏത് കോൺട്രാക്ട് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഇൻകം കൂടി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എന്താണ് ഗ്ലോബൽ ഷെയർ? ഈ ഒരു ബിസിനസ്സിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഗ്ലോബലി ആക്സസിബിലിറ്റി നേടുക. അതായത് നിങ്ങൾക്ക് ശേഷം എത്ര ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാലും ആ വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തി ആ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ 40% ഇൻകം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടത്. അതായത് നിങ്ങൾ വരെയുള്ള ആ വ്യക്തികൾ എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അടങ്ങുന്ന ഒരു 100 വ്യക്തികൾ ഇതിലുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 101ാമത്തെ ഒരു വ്യക്തിയായിട്ട് ഞാൻ വരുന്ന സമയത്ത് $300 കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ജോയിൻ ആവുന്ന സമയത്ത് എന്റെ $300ന്റെ 40% നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കിട്ടും. ഇതിൽ 100 വ്യക്തികൾക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. അതൊരിക്കലും എന്റെ ഫാമിലി ആവണമെന്നോ എന്നെ കൊണ്ടുവന്ന വ്യക്തികളാണെന്നോ എന്റെ നെയ്ബേഴ്സ് ആണോ നിർബന്ധമില്ല. വേൾഡിൽ എവിടെ നിന്ന് ആർക്കും കിട്ടാവുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. വേൾഡ് ആക്സസിബിലിറ്റി ആണ് അല്ലെ, നേരത്തെ പരിചയപ്പെട്ടു. വേൾഡ് വൈഡ് ആയിട്ട് എവിടെ നിന്നും എവിടത്തേക്കും കൊടുക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് ജപ്പാനിലേക്ക് കൊടുത്ത ആൾക്കാരുണ്ട്, ഇവിടെ നാട്ടിലിരുന്നുകൊണ്ട് ഗൾഫിൽ പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എവിടെ നിന്നും എവിടത്തേക്കും ചെയ്യാം. വൺ വേൾഡ് വൺ കറൻസി എന്നുള്ള ലെവലിലാണ് ഈ ഒരു ക്രിപ്റ്റോ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് എവിടെ നിന്നും എവിടത്തേക്കും നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ കറൻസിയെ മനസ്സിലാക്കുക, ഒപ്പം ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ ബിസിനസ് എന്തിനു നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഉറപ്പായിട്ടും ഈ ഒരു ദിവസത്തിന്റെ ലാസ്റ്റ് എൻഡിൽ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക്, അതായത് ഈ ഒരു സൂമിലേക്ക് കയറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരാണ് അല്ലേ. നമ്മുടെ ഒരു ടയേർഡിന്റെ ടൈം ആയിക്കഴിഞ്ഞു അല്ലെ, ഒരു ദിവസത്തിന്റെ ലാസ്റ്റ് എൻഡിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടയേർഡായ ടൈമിലും നിങ്ങൾ ഈ ഒരു സൂം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആവശ്യക്കാരനാണ്. നിങ്ങൾക്ക് കാര്യമായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിളിങ് അനുഭവിക്കുന്ന ആൾക്കാരാണ്, ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഫിനാൻഷ്യലി സെക്യൂർഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. കാരണം മാർക്കറ്റിൽ ഒരുപാട് ബിസിനസ്സിനെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഫേക്ക് ബിസിനസ്സിനെ കണ്ടും കേട്ടും ദിവസവും ഞാൻ കാണും കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ 10,000 രൂപയും 1,00,000 രൂപയും ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ ക്യാഷ് കൊണ്ടുപോയിട്ട് അവിടെ ഇടുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് മാസങ്ങൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഇട്ട വ്യക്തികളും അതിനെ കൊണ്ടുവന്ന വ്യക്തികളും അങ്ങനെ ഒരു കമ്പനി പോലും ഈ ഒരു മായാജാലായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ്സിലേക്കല്ല ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഒരു വ്യക്തിക്കും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിങ്ങോ മാനിപ്പുലേറ്റിനോ കൈ കടത്താൻ പറ്റില്ല. ഈ ഒരു ബിസിനസ് നിങ്ങളുടെ മാത്രം ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റും. അതിലുപരി ഈ ഒരു ബിസിനസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എംപവർ ഇന്റർനാഷണൽ എന്ന് അറിയപ്പെടുന്ന ഒരു അക്കാഡമിയാണ്. ഈ ഒരു അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അക്കാഡമിയാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഇന്റർനാഷണലെ കുറിച്ച് പറയുകയാണെങ്കിൽ 11ഓളം വരുന്ന ഫാസ്റ്റ് ട്രാക്സ് യൂസ് ചെയ്ത് ഫാസ്റ്റ് ട്രാക്ക് മുന്നിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന പോകുന്ന ഒരു
പ്രോഗ്രാമാണ് ഈ ഒരു ഇതിലുള്ളത്. മാത്രമല്ല എംപവറിന്റെ കീഴിൽ 3ാമത്തെ പ്രോഗ്രാമാണ്. ഓൾറെഡി എംപവർ 3 പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ 3 പ്രൊജക്ടുകളും വളരെ നല്ല രീതിയിൽ റൺ ചെയ്ത് പോവാണ്. ആദ്യത്തെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, ഫോസേഴ്സ് എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര്. ഇന്നും അത് നല്ല രീതിയിൽ റൺ ചെയ്യാണ്. അതിലൂടെ ഒരു കോയിൻ ഉണ്ടായിരുന്നു. ആ ഒരു കോയിന്റെ പേരാണ് എത്തേറിയം. കോയിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്തേറിയം എന്ന് പറഞ്ഞൊരു കോയിൻ ഈ ഒരു ഫോസേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയാണ് മാർക്കറ്റിലേക്ക് പോയത്. മാർക്കറ്റിലേക്ക് ഇന്നത് 4 ലക്ഷം രൂപയിൽ എത്തി നിൽക്കുകയാണ്. $0.25 ഈ ഒരു കോയിൻ ഉണ്ടായിരുന്നത് ഫോസേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ. ദെൻ ഇപ്പം ആ ഒരു കോയിന്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും 4 ലക്ഷം രൂപയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എംപവർ ഏറ്റെടുത്തിട്ടുള്ള 2ാമത്തെ പ്രോജക്റ്റ് ആണ് മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇന്ന് അത് അറിയപ്പെടുന്നത് മെറ്റാവെയിൽ എന്നാണ്. വെയിൽ ബൈറ്റ് എന്ന് പറഞ്ഞൊരു കോയിൻ, അതായത് CES എന്ന് പറഞ്ഞ കോയിൻ ആണ് അതിന്റെ ഓൺ കറൻസി ആയിട്ടുള്ളത്. അത് ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. $0.25 ഉണ്ടായിരുന്ന ആ കോയിൻ $2 മുതൽ $6 വരെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിനേക്കാളും വളരെ വാല്യുബിൾ ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കോയിൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 6 മാസം 7 മാസത്തെ പരിചയമുള്ള ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനേക്കാളും വളരെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, എന്താ പറയുക, പ്രൊജക്റ്റും നല്ല രീതിയിലുള്ള റൺ ചെയ്തു പോകുന്ന ഒരു കോയിനും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കോയിനും ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്തുണ്ടാവും? ഫിനാൻഷ്യലി സെക്യൂർഡ് ആവാൻ പറ്റും, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണെന്നും സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾ ആരാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു സൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയുമായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്സും കൂടി നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയിലൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മാക്സിമം നോക്കാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. 10 മണിയായി. അപ്പൊ എന്ത് ചെയ്യാം, നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലായത് വെച്ചുകൊണ്ട് കൂടെ കയറി ആരാണോ ലിങ്ക് തന്നിട്ടുള്ള ആ വ്യക്തിയുമായിട്ട് കൂടെ തന്നെ ഇരുന്നുകൊണ്ട് ബാക്കി ഡീറ്റെയിലും കൂടി നിങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് ഞാൻ പറയാം, ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്.